കഷ്ടപ്പാടുകളുടെ കൽച്ചീളുകളിൽ ചവിട്ടി നടന്ന് ഉറുദു ഹിന്ദി സാഹിത്യത്തിൽ അനശ്വരനായി മാറിയ എഴുത്തുകാരനായിരുന്നു മുൻഷി പ്രേംചന്ദ്. കലം കാ സിപ്പാഹി എന്നറിയപ്പെടുന്ന പേനയെ പടവാളാക്കിയ പ്രേംചന്ദ് 1880 ജൂലൈ 31 ജനിച്ചത്. मैं एक मजदूर हूँ, जिस दिन कुछ लिख न लूँ उस दिन मुझे रोटी खाने का कोई हक नहीं. വാരാണസിക്കടുത്തുള്ള ലമഹി ഗ്രാമത്തിൽ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു 15 വയസ്സുകാരനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു വക്കീൽ തൻ്റെ മകനെയും കൊണ്ട് ഈ 15 വയസ്സുകാരൻ്റെ അടുത്തെത്തി. തൻ്റെ മകന് ട്യൂഷൻ എടുത്തു കൊടുക്കണമെന്നതായിരുന്നു വക്കീലിൻ്റെ ആവശ്യം. ഒരു അധ്യാപകന്റെ പക്വതയോടെ അവൻ ആ ദൗത്യം ഏറ്റെടുത്തു. പ്രതിമാസം 5 രൂപ അവന് പ്രതിഫലമായി കിട്ടി. അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ആദ്യ സമ്പാദ്യം. പ്രേംചന്ദിൻ്റെ യഥാർത്ഥ പേര് ധനപത് റായ് ശ്രീവാസ്തവ എന്നായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലൂടെ ജീവിതം തള്ളി നീക്കി. ട്യൂഷൻ എടുത്ത് കിട്ടുന്ന ചെറിയ വരുമാനം സമ്പാദിച്ചാണ് മെട്രിക്കുലേഷൻ പരീക്ഷ വിജയിച്ചത്. തുടർന്ന് തുച്ഛമായ ശമ്പളത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് യുണൈറ്റഡ് പ്രൊവിൻസസ് ഓഫ് ആഗ്ര ആൻഡ് ഔധ് എന്ന പ്രദേശത്തെ വിദ്യാലയങ്ങളുടെ ഡെപ്യൂട്ടി സബ് ഇൻസ്പെക്ടറായി. 1910 ഒരു രാഷ്ട്രത്തിൻ്റെ വിലാപം, അതായത് സോസേ വത്തൻ എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ജാമിർപൂർ ജില്ലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ ശാസിച്ചു. പ്രേംചന്ദിൻ്റെ ഉറുദുവിലെ ആദ്യ കഥയായി അറിയപ്പെടുന്ന ദുനിയാക്കെ സബ്സേ അൻമോൽ രത്ന അഥവാ ലോകത്തിലെ ഏറ്റവും അമൂല്യരത്നം ഈ സമാഹാരത്തിലെ ആദ്യ കഥയായിരുന്നു. പ്രേംചന്ദിൻ്റെ വാക്കുകളിൽ ഈ രത്നം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചൊരിയുന്ന അവസാനത്തെ തുള്ളി ചോരയായിരുന്നു. സോസേ വത്തൻ എന്ന കൃതിയുടെ എല്ലാ പ്രതികളും സർക്കാർ പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു. തുടർന്ന് അദ്ദേഹം പ്രേംചന്ദ് എന്ന തൂലികാനാമം സ്വീകരിച്ചു. പ്രേംചന്ദ് എന്ന തൂലികാനാമം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉറുദുവിൽ നവാബ് റായി എന്ന തൂലികാനാമത്തിലാണ് എഴുതിയത്. 300-ലധികം ചെറുകഥകളും 1 ഡസൻ നോവലുകളും 2 നാടകങ്ങളും പ്രേംചന്ദ് രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ ക്രോഡീകരിച്ച് മാനസരോവർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1921 മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ചെവികൊണ്ട് പ്രേംചന്ദ് തൻ്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ചു. ഗ്രാമീണരുടെയും കർഷകരുടെയും ദുരിത ജീവിതം ആവിഷ്കരിക്കുന്ന രചനകളായിരുന്നു പ്രേംചന്ദിൻ്റേത്. നിർമ്മല, ഗബൻ, സേവാസദൻ, ഗോദാൻ, കർമ്മഭൂമി, പ്രേമാശ്രം, വർദാൻ, പ്രതിജ്ഞ, മംഗൾസൂത്ര, മനോരമ, കായാകൽപ്, രംഗ്ഭൂമി, റൂഠി റാണി എന്നീ നോവലുകളും. നശ, പൂസ് കി രാത്, ശത്രഞ്ച് കെ ഖിലാഡി, ആത്മാറാം, സവാസേർ ഗേഹോ, ബൂഢി കാക്കി, ഠാക്കൂർ കാ കുവ, കഫൻ, നമക് കാ ദാരോഗ തുടങ്ങിയ ചെറുകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രേംചന്ദിൻ്റെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച നോവൽ ഗോദാനാണ്. ഹോരി റാമും ധനിയയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഏറ്റവും ഒടുവിലെഴുതിയ ഹിന്ദി കഥ കഫൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രേംചന്ദിൻ്റെ അപൂർണമായ നോവൽ മംഗൾസൂത്രയാണ്. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച പ്രേംചന്ദ് എന്ന അതുല്യ പ്രതിഭ 1936 ഒക്ടോബർ 8 വിട പറഞ്ഞത്.